ഹായ്, ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് എൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നത് ഗവൺമെൻറ് ഹോസ്റ്റലിലാണോ, സിംഗിൾ റൂമാണോ, ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. സോ ഫൈനലി ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഹോസ്റ്റൽ ആൻഡ് റൂം ടൂറാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ്. ഇറ്റ്സ് എ ഗവൺമെൻറ് ഹോസ്റ്റൽ. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ കോളേജിലെ സീനിയർ റെസിഡൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ക്വാർട്ടേഴ്സ് ആണ്. MBBS ലേഡീസ് ഹോസ്റ്റലിന് ഒരു ഷോർട്ടേജ് വന്നതുകൊണ്ട് കുറച്ച് ഗേൾസിനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലെ ഓരോ റൂമും ഒരു ഫ്ലാറ്റ് പോലെയാണ്, ഇൻക്ലൂഡിങ് എ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, ബാൽക്കണി, പിന്നെ കുറച്ച് എക്സ്ട്രാ സ്പേസസ് ഉള്ള ഒരു ഫ്ലാറ്റ് പോലെയാണ് ഓരോ റൂമും. ഈ ഹോസ്റ്റലിൽ ടോട്ടൽ 4 ഫ്ലോർസ് ആണുള്ളത്. ഞാനതിൽ 3rd ഫ്ലോറിലാണ്. ആൻഡ് ലിഫ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവിടെ. ഈ ഒരു ഫ്ലാറ്റ് പോലെയുള്ള റൂമിൽ നമ്മൾ 5 പേരാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. ചില റൂമിൽ 7 പേര് നിൽക്കുന്നുണ്ട്, ചില റൂമിൽ 6 പേര് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 5 പേരായതുകൊണ്ട് തന്നെ കൺജഷനൊക്കെ ഭയങ്കര കുറവാണ്. സോ ഞാൻ ഇനി എൻ്റെ റൂം കാണിച്ചു. നമ്മൾ ഡോറ് തുറന്ന് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഹോള് പോലെയുള്ള ഒരു സ്പേസിലോട്ടാണ് എത്തുക. ഇതാണ് ഞങ്ങളിൽ 5 പേരിൽ ഒരാളുടെ റൂം. അവിടെ ആളുടെ ബെഡും സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ വെക്കും. ആൻഡ് ഈ ഹോളിൽ നിന്നാണ് ബാക്കി എല്ലാ റൂംസിലോട്ടുള്ള ഓപ്പണിംഗ്. അവിടെ കർട്ടനിട്ട് മറിച്ചൊരു ഏരിയ നിങ്ങൾക്ക് കാണാം. അത് എൻ്റെ റൂമിലോട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഇൻ ഡീറ്റെയിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ റൂമിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് വേറൊരു കുഞ്ഞു സ്പേസിലോട്ട് എത്തും. ഇത് ആക്ച്വലി ഇതൊരു ഫ്ലാറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ദ ഡൈനിങ് ഹോൾ. കാരണം ഇവിടെ ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു വാഷ് ബേസിനും ഏരിയയൊക്കെ ഉണ്ട്. ഈ ഒരു സ്പേസ് ഞങ്ങളുടെ 2ാമത്തെ ആളുടെ ബെഡ്റൂമാണ്. ആൻഡ് ഈ റൂമിൽ നിന്നാണ് കിച്ചണിലോട്ടും ഈ ഫ്ലാറ്റിൻ്റെ ശരിക്കുള്ള ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിംഗ്. ഇതാണ് നമ്മുടെ കിച്ചൺ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. സിൻസ് വി ഹാവ് ആൻ ഇൻഡക്ഷൻ കുക്കർ, കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഈ റൂമിൻ്റെ ഉള്ളിലുള്ള ശരിക്കുള്ള ബെഡ്റൂം. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ 2 കുട്ടികൾ ഇവിടെയാണ് കിടക്കാറുള്ളത്. അവരുടെ ബെഡും സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണുള്ളത്. ആൻഡ് ഇവിടുന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം കൂടെ ഉണ്ട്. ബാത്റൂം, വാഷ് ബേസിൻ, അടുക്കളയിലുള്ള സിങ്ക് കാര്യങ്ങളൊക്കെ വീക്ക്ലി വൺസ് ഇവിടുത്തെ ഹോസ്റ്റലിലത്തെ ചേച്ചിമാർ വന്ന് ക്ലീൻ ചെയ്ത് തരും. ഈ കോമൺ ഹോളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാൽക്കണി കൂടെ ഉണ്ട്. ഒരു ടേബിളും ചെയറൊക്കെ വെക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനൊക്കെ പറ്റും. ആൻഡ് ഈവനിങ് ഇവിടുന്ന് സൺസെറ്റ് കാണുന്നത് സോ ഗുഡ്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു റൂമാണ്. ആൻഡ് ഇതിനാകെ 3 വോൾസേ ഉള്ളൂ. 4ാമത്തെ വോള് കംപ്ലീറ്റ്ലി ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വലിയൊരു കർട്ടൻ മേടിച്ചിട്ടു. ആൻഡ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, ബാക്കിയുള്ള റൂമിനെ അപേക്ഷിച്ച് ഈ റൂം കുറച്ച് ബ്രൈറ്ററാണ്. വേറൊന്നുമല്ല, ഞങ്ങളിവിടെ ഒരു 6 months ബാക്ക് ഈ ഹോസ്റ്റലിലോട്ട് മാറിയപ്പോൾ തന്നെ ഞാൻ ഈ റൂം കംപ്ലീറ്റ് വൈറ്റ് പെയിൻ്റ് അടിച്ചു. എനിക്ക് കുറച്ച് ഈസ്തറ്റിക്സിൻ്റെ ഭ്രാന്തുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളേർഡ് കർട്ടൻസ്, ടേബിൾ, ഇതൊക്കെ. സോ ഈ റൂമിലുള്ള കോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഐ എം റിയലി ഇൻ ലവ് വിത്ത് ദിസ് സ്പേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂം. ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. ഇവിടെ ടേബിളും ചെയറും എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. ഈ സൈഡിലായിട്ടാണ് ഞാൻ എൻ്റെ പെൻസിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി എക്സാം ടൈമിലൊക്കെ ലോങ് ടൈം ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ബാക്ക് പെയിൻ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെയറൊക്കെ മേടിച്ചു. ആൻഡ് ദിസ് ഇസ് ദ നോവൽ ദാറ്റ് ഐ എം കറൻ്റ്ലി റീഡിങ്. ഞാൻ എപ്പോഴും മലയാളം നോവൽസാണ് വായിക്കാറുള്ളത്. ഇതൊരു കുഞ്ഞു കുട്ടികളുടെ പുസ്തകമാണ്, ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് ഒരു 60 pages ഒക്കെ ആയി. ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി റിലാക്സിങ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇതിൻ്റെ ഡയറീസ്, എൻ്റെ വാട്ടർ ബോട്ടിൽ, ടേബിൾ കലണ്ടർ, ടൈം പീസ് എല്ലാം ഉരുണ്ടുപോയി. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ളൊരു ക്യൂട്ട് ടേബിൾ ലാമ്പാണ്. ഇങ്ങനെ തൊടുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ടേബിളിന് കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഇതെൻ്റെ മെഡിസിൻ ബോക്സ്, പിന്നെ എൻ്റെ ഷെയ്ഡ്സ്, പിന്നെ അടിയിലുള്ളതൊക്കെ ഞാൻ വായിക്കുന്ന കുറച്ച് മലയാളം നോവൽസാണ്. ഓൾമോസ്റ്റ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് പുസ്തകങ്ങളൂടെ ഇതിൽ വായിക്കാൻ ബാക്കിയുണ്ട്. ഈ റൂമിൽ ഞാൻ ഷിയർ കർട്ടൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷിയർ കർട്ടൻ മീൻസ് ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കർട്ടൻസാണ്. ഐ റിയലി ലവ് ദീസ് കൈൻഡ് ഓഫ് കർട്ടൻസ്. പിന്നെ 3rd ഫ്ലോറിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് കർട്ടൻ മാറ്റിയാൽ തന്നെ നമുക്ക് താഴത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റേഡിയം വരെ കാണാനൊക്കെ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്, പില്ലോയും കുറച്ച് ടെഡീസും. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാനെന്തോ UP ക്ലാസ് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റാണിത്, ഈ ഒരു ബാർബിയുടേത്. ആൻഡ് ഹിയർ ഐ ഹാവ് എ മാറ്റ് ഓൾസോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം, സോ ദാറ്റ് ഇഫ് എനി വൺ വോണ്ട്സ് ടു ബൈ യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ ബെഡിൻ്റെ ഈ സൈഡിലായിട്ട് ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ടർക്കി, വൈറ്റ് കോട്ട്, ഡ്രസ്സസൊക്കെ കീപ്പ് ചെയ്യും. ആൻഡ് ഇവിടെ ഇങ്ങനെ ഓർഗനൈസർ ബോക്സസിലായിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സസൊക്കെ മടക്കി വെക്കാറുള്ളത്. ഭയങ്കര സുഖമാണ് കേട്ടോ. കമ്പയർ ടു ബാഗ്സിൽ മടക്കി വെക്കുന്നതിനേക്കാളും എടുക്കാനും വെക്കാനൊക്കെ കുറച്ചുകൂടി ഈസിയറാണ്. ആൻഡ് ഇവിടെ ഇങ്ങനെ എൻ്റെ ബാഗ്സൊക്കെ തൂക്കിയിടും.
ടേബിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഹാങ്ങറിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. ഏതൊക്കെയോ ട്രിപ്സിനൊക്കെ പോയപ്പോൾ മേടിച്ച കുറച്ച് ഡ്രീം ക്യാച്ചേഴ്സ്, പിന്നെ എൻ്റെ ക്ലോസ് പീപ്പിളൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സുവനീസ്, പിന്നെ ഇതാ എൻ്റെ വണ്ടിയുടെ കീ, അതുപോലെ തന്നെ എൻ്റെ കോളേജ് ID കാർഡ്, പിന്നെ ഇതാ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് തിങ്, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസയ്ക്ക് മേടിച്ചിട്ടുള്ള എൻ്റെ ലിറ്റ്മാൻ്റെ സ്റ്റെത്തസ്കോപ്പ്. ഐ എം സോ പ്രൗഡ് സീയിങ് ദിസ്. പിന്നെ ഈ കാണുന്ന സ്യൂട്ട് കേസിലും ഞാൻ കുറച്ച് ഡ്രസ്സസ് വെക്കാറുണ്ട്. പിന്നെ ഈ കട്ടിലിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഓർഗനൈസർ ബോക്സസിലും ഡ്രസ്സസൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു റാക്ക് ഉണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അധികം എടുക്കാത്ത ബുക്സ്, ലോഗ് ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുകളിൽ കൊണ്ടുവെക്കും. ആൻഡ് ഇത് വിശാഖപട്ടണത്ത് വെച്ചൊരു യൂട്യൂബ് ക്രിയേറ്റേഴ്സ് കളക്റ്റീവിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ കിട്ടിയൊരു ലാമ്പാണത്. പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കേണ്ട കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. ഇവിടെ എനിക്കൊരു ലോങ് മിറർ ഉണ്ട്. ഈ മിററിൻ്റെ സൈഡിലായിട്ടൊരു ഷെൽഫും കൂടെ ഉണ്ട്. ഏറ്റവും മുകളിൽ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. എൻ്റെ ഇയറിങ്സ് അങ്ങനെയൊക്കെ. സെക്കൻഡ് വണ്ണിൽ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ബാംഗിൾസ്, കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മൽ, മാല, പിന്നെ ടിഷ്യൂ പേപ്പർ, ദെൻ മൈ മാസ്ക്, അങ്ങനെയൊക്കെ. ആൻഡ് തേർഡ് വണ്ണിൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സുവനീർ ബോക്സ് ഉണ്ട്. വെർ ഐ പുട്ട് ഓൾ മൈ മെമ്മറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഫോർത്ത് വൺ ഇസ് മൈ ഫേവറേറ്റ്. ഞാൻ അത്യാവശ്യം വരയ്ക്കും, അപ്പോൾ എൻ്റെ ഡ്രോയിങ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ, എൻ്റെ കളേഴ്സ്, എൻ്റെ ക്യാൻവാസ്, ദെൻ എൻ്റെ ബ്രഷസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ലാസ്റ്റത്തെ സ്റ്റാൻഡിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ റൂമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. പിന്നെ നമുക്ക് ഓരോ ഫ്ലോറിലും ഓരോ വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമ്മുടെ ഡ്രസ്സസൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. പക്ഷേ അത് കുറച്ച് കൺജസ്റ്റഡ് ആണ്. അത് മാത്രമാണ് ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. അതർവൈസ് ഓൾ ഈസ് ഓക്കെ. പിന്നെ ഇത് ആക്ച്വലി കോളേജിൽ നിന്ന് കുറച്ച് ദൂരത്തിലുള്ള ഹോസ്റ്റലാണ്. അപ്പോൾ വണ്ടി ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കുറേ നടക്കേണ്ടി വരും. പക്ഷെ വണ്ടി ഉണ്ടെങ്കിൽ SRQലെ ജീവിതം ഇസ് ലൈക്ക് ഹെവൻ. നമ്മൾ ആദ്യം നിന്ന ഹോസ്റ്റൽ, ഫസ്റ്റ് ഇയർ ഒക്കെ നിന്ന ഹോസ്റ്റലിൽ 3 പേരുടെ റൂമിൽ 6 പേരായിരുന്നു. അപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പഠിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്പേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് അറ്റ് ഇറ്റ് സ്പേസ് എന്നുള്ളൊരു കോട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവറിത്തിങ് അറ്റ് ഇറ്റ് സ്പേസിൽ വെക്കാൻ എ സ്പേസ് ഫോർ എവറിത്തിങ് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു തേർഡ് ഇയർ പകുതി വരെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീസ് വരുന്നത് ഇയർലി ഓൾമോസ്റ്റ് 8,000 മാത്രമാണ്. ഇയർലി അടച്ചാൽ മതി, മന്ത്ലി ഒരു പേയ്മെൻറ്റും വരുന്നില്ല. പിന്നെ മെസ്സ് നമുക്ക് പുറത്തുള്ള ആൾക്കാർ കോൺട്രാക്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മെസ്സ് ഓപ്പൺ ആക്കേണ്ടവർക്ക് മെസ്സ് എടുക്കാം. പെർ ഡേ എന്തോ 120 or 110 പെർ ഡേ വെച്ചിട്ടാണ്. മന്ത്ലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, മൈ റൂം ഇസ് നോട്ട് ഓൾവേസ് ക്ലീൻ ആസ് ദിസ് ടോപ്പ്. ഇടയ്ക്ക് ഞാൻ ക്ലീൻ ആക്കും, ഇടയ്ക്ക് ഇത് ഭയങ്കര അലമ്പാവും. സോ ദാറ്റ് എനിക്ക് എൻ്റെ റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഹോസ്റ്റൽ ആൻഡ് റൂം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please do comment, like, share and subscribe to my channel. I would be so happy to read your comments. So once again, thank you so much. Bye.